ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ലിവർ പെരട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും നമുക്ക് ലിവർ പെരട്ട് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലിവർ പെരട്ടിന് ആവശ്യമായിട്ട് 3 ചെറിയ സവാളയും 1 തക്കാളി 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കടുക് വറുത്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയെ തട്ടിക്കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലിവറിനെ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് ലിവറിനെ തട്ടുമ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് 2 വിസിൽ കേൾക്കുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ലിവർ വേവിക്കുമ്പോഴത്തേക്ക് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഊറി വന്നോളും. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലിവർ വേവിക്കാനായിട്ട് കുക്കറിൽ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഈ സവാളയിൽ ഉപ്പിടുമ്പോൾ അല്പമാണ് ഇടാനായിട്ട്. അപ്പോൾ ഇനി അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പെരുംജീരകം, ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1/4 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ലിവറിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇതിലോട്ട് ആഡ് ആയിക്കൊള്ളും. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെരട്ടിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവറിനെ നമുക്ക് തട്ടിക്കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.